2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ 14 ജില്ലകളിലും വളരെയധികം നിർണായക ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. ആരായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളത് ഏറ്റവും വലിയ ട്വിസ്റ്റായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ LDF, BJP, അതോടൊപ്പം തന്നെ UDF ഇവിടെയൊക്കെ സീറ്റുകളുടെ കാര്യത്തിൽ വളരെയധികം അട്ടിമറികൾ സംഭവിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആര് എത്ര സീറ്റുകൾ നേടും, ആർക്ക് ഏത് തരത്തിൽ തിരിച്ചടി ലഭിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതിനിടയിൽ തന്നെയാണ് പലതരത്തിലുള്ള സർവേ റിസൾട്ടുകളും ഒക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ അതിൽ ഇപ്രാവശ്യം നമ്മൾ നോക്കുന്നത് പത്തനംതിട്ട തന്നെയാണ്. പത്തനംതിട്ടയിൽ ഇത്തവണ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന ട്വിസ്റ്റുകൾ എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. പത്തനംതിട്ടയിലെ 7ഓളം നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കുകളാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്, അതോടൊപ്പം തന്നെ അതിനു മുന്നേ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന കണക്കിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അതായത് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ സംഭവിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്, അതായത് 7ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ പത്തനംതിട്ടയിൽ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത്, അതായത് കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ്, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ആർക്കായിരുന്നു മുൻതൂക്കം, അതോടൊപ്പം തന്നെ ഏത് തരത്തിലായിരുന്നു ട്വിസ്റ്റുകൾ സംഭവിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ 7 സ്ഥലങ്ങളിലും UDF തന്നെയായിരുന്നു മുൻതൂക്കം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LDF 2ാം സ്ഥാനത്തും BJP 3ാം സ്ഥാനത്തും തന്നെയായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ച ഒരു കാഴ്ച എന്ന് പറയുന്നത്. അതിൽ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ടൈറ്റ് ഫൈറ്റ് നടന്നിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി UDF മുൻതൂക്കം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതിൽ പത്തനംതിട്ടയും UDF മുൻതൂക്കം ഉണ്ടായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇത് നേരെ മറിച്ച് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും ഈ 7 സ്ഥലങ്ങളിലും LDF ആയിരുന്നു ഏറ്റവും മുന്നിലെത്തിയത്, വിജയിച്ചത് എന്ന് പറയേണ്ടി വരും. അതായത് LDF ഈ 7 മണ്ഡലങ്ങളിലും വിജയം നേടാൻ സാധിച്ചത്, അതായത് തൂത്തുവാരുകയായിരുന്നു LDF എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേറെ, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെ, അത് രണ്ടും രണ്ട് തട്ടിൽ തന്നെയാണ് കാണാനുള്ളത് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ റിസൾട്ടുകൾ മാറി മറിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോൾ 2026 വരുമ്പോഴത്തേക്കും പത്തനംതിട്ടയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റായിട്ട് നിലനിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അത് ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം BJP സാന്നിധ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പത്തനംതിട്ടയിൽ BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വലിയ തോതിലുള്ള വോട്ട് ശതമാനം മുന്നേറ്റമുണ്ട് എന്നുള്ളതും സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെ. അത് ഏറ്റവും എടുത്തു പറയേണ്ടത്, ശബരിമല വിഷയം കഴിഞ്ഞതിന് ശേഷം BJPക്ക് പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ഒരു സ്ഥലം തന്നെയാണ് എന്ന കാര്യം ഉറപ്പാണ്. അവിടെ തന്നെ വോട്ട് ശതമാനം പല സ്ഥലങ്ങളിലും ഉയർന്ന തോതിൽ തന്നെയാണ് കാണുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം. 2019 പാർലമെന്റ് ഇലക്ഷനിൽ തന്നെ സുരേന്ദ്രൻ ഏകദേശം 3 ലക്ഷത്തോളം വോട്ടുകൾ നേടിയ ഒരു സ്ഥലമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. വലിയൊരു വോട്ട് ശതമാനം മുന്നേറ്റം പല സ്ഥലങ്ങളിലായിട്ടും BJPക്ക് അവിടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2026 തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും BJP ഒരു നിർണായക ഘട്ടം തന്നെയാണ് പത്തനംതിട്ട എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വോട്ടുകൾ ഏത് തരത്തിൽ മറിയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും ചില സർവേകൾ നോക്കുമ്പോഴത്തേക്കും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത്, LDF സംബന്ധിച്ചിടത്തോളം ചില സീറ്റുകൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്തനംതിട്ട സംബന്ധിച്ചത്, അതായത് 7ഓളം സീറ്റുകൾ അവർ തൂത്തുവാരിയെങ്കിൽ 2021 ഇതിൽ ചില സീറ്റുകൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് കുറഞ്ഞത് ഒരു 2 സീറ്റുകളെങ്കിലും ചിലപ്പോൾ LDF സംബന്ധിച്ചിടത്തോളം ഈ പത്തനംതിട്ടയിൽ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. അത് UDF എത്തുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറിയാം. അതോടൊപ്പം തന്നെ BJP സംബന്ധിച്ചിടത്തോളം ആയാലും ഒരു 50-50 ചാൻസസ് ഉള്ള സ്ഥലങ്ങൾ പത്തനംതിട്ടയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ കോന്നി, അടൂരൊക്കെ എടുത്തു കഴിഞ്ഞാലും BJPക്ക് നല്ല രീതിക്ക് വോട്ട് ശതമാനമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയും ഈ സ്ഥാനാർത്ഥി നിർണയം എന്തായാലും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം തന്നെയാണ്. അത് ഏത് പാർട്ടിയെ സംബന്ധിച്ചാലും, പ്രത്യേകിച്ച് BJP സംബന്ധിച്ചിടത്തോളം
വളരെ നിർണായകമായിട്ട് ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ട് BJPക്ക് സാധിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ അവർക്ക് വിജയസാധ്യത നൽകുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഒരു കടുത്ത പോരാട്ടം നടത്താനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരു വലിയ തോതിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ട് അവർക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ട് അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു ടൈറ്റ് ഫൈറ്റ് അവർക്ക് നടത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും വിജയസാധ്യത നിലനിൽക്കുന്ന LDF UDFനെ സംബന്ധിച്ചിടത്തോളം ആയാൽ പോലും അങ്ങനെ ഒരു നീക്കം BJPയുടെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ അത് അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് വരാം. കാരണം BJP വോട്ട് ശതമാനം അല്ലെങ്കിൽ BJPയുടെ വോട്ടുകൾ ആ ഒരു തരത്തിൽ കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ വിജയങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമായി പത്തനംതിട്ടയിൽ കാര്യങ്ങൾ മാറുമെന്നുള്ളത് വാസ്തവമാണ്. പല സ്ഥലങ്ങളും അങ്ങനെ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയും നിലവിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ സംബന്ധിച്ചിടത്തോളം ചില സീറ്റുകൾ നഷ്ടമാകാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം ചില സീറ്റുകൾ അവർക്ക് ലഭിക്കാൻ പാകത്തിനുള്ള സാധ്യതയുമുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം ഏറെ നിർണായകം തന്നെയാണ്. അതിൽ 50-50 ചാൻസസ് നിലനിൽക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. എന്തായാലും 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പത്തനംതിട്ടയിൽ LDFനെയും UDFനെയും BJPയും സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട എന്ന് പറയുന്നത് ഒരു അതിനിർണായകമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് വോട്ട് ശതമാനത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം BJPക്ക് അവിടെ വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ഒരു അട്ടിമറി നേട്ടം അവിടെ സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചടിയാവുന്നത് LDFനും UDFനും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർക്ക് സീറ്റുകൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ 2 സീറ്റുകളെങ്കിലും അവർക്ക് കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അത് UDFിലേക്ക് ചെന്നെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് BJP അട്ടിമറിക്കുമോ എന്നുള്ളത് മാത്രമാണ് നിലവിലത്തെ ചോദ്യമെന്ന് പറയുന്നത്. എന്തായാലും BJP സംബന്ധിച്ചിടത്തോളം ആയാലും അവർക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പത്തനംതിട്ട എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും ട്വിസ്റ്റ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നായിട്ട് പത്തനംതിട്ടയും കാണണം എന്നുള്ളത് തന്നെയാണ് വാസ്തവമെന്ന് പറയുന്നത്. അതിൽ തന്നെ LDFന് ചില സ്ഥലങ്ങളിൽ തിരിച്ചടി ലഭിക്കാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ കണക്കുകളിൽ നിന്നും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. UDFന് വലിയ തോതിലൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവർക്ക് 2 സീറ്റുകളെങ്കിലും നേടിയെടുക്കാൻ പാകത്തിനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ BJPക്കായാൽ പോലും ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനുള്ള സാഹചര്യം പത്തനംതിട്ടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഏറെ നിർണായകമെന്ന് പറയുന്നത്. ആരെങ്കിലും പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ചുക്കും നടക്കത്തില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം പത്തനംതിട്ടയിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന ട്വിസ്റ്റുകളെന്നും അതോടൊപ്പം തന്നെ പലതരത്തിലുമുള്ള അട്ടിമറികൾ പത്തനംതിട്ടയിൽ 2026 കാണാൻ സാധിക്കുമോ എന്നുള്ളതും തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.